രാവിലെ ഈ കത്തിമീശി പോകുന്നത് വേറെ അങ്ങോട്ടല്ല കേട്ടോ. നമുക്കൊരു കൂമ്പ് നിൽപ്പുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്, അത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഇതിന് ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയുന്നത്. ഞങ്ങൾ വാഴക്കൂമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറേ ദിവസം ഇതിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. പയറും കൂമ്പും കൂടെ കേട്ടോ തോരൻ വെക്കുന്നത്. ചിലർ തുമരപ്പരിപ്പിടും, ഞങ്ങളിവിടെ ചെറുപയറിട്ടാണ് തോരൻ വെക്കുന്നത്. 2-3 വെള്ളം കഴുകി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനാട്ടോ. അപ്പോൾ ഈ കൂമ്പ് കഴുകി അതിൻ്റെ പോളയൊക്കെ വെളിയിലെത്തത് ഞാൻ എല്ലാം മാറ്റിയിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഇനി നമുക്കിതൊന്ന് കുത്തിപ്പൊടിച്ച് തോരന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ അരിയുവാണേ. അപ്പോൾ അത് വൃത്തിയായിട്ടെല്ലാം നല്ലോണം അരിഞ്ഞെടുത്ത് ഇനി നമുക്കിതിനകത്തോട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ പുരട്ടി വെക്കാം. എന്ന് വെച്ചാൽ ഇതിന് ഒരു കറയുണ്ട്. അതുമല്ല ചില കൂമ്പ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ കയ്പ്പും ഉണ്ടെങ്കിൽ അതും പോയി കറയും മാറാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ പുരട്ടി വെക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും ഉപ്പും കൂടെ പുരട്ടി താത്തിപ്പൊത്തി ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് അത് കഴിഞ്ഞ് നമുക്ക് പയർ വേവിക്കാൻ വെക്കാം. അപ്പോൾ പയറൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിനകത്തോട്ട് പയറും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് ഉപ്പ് കൂടിപ്പോരുത്, കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ഈ മറ്റേതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് 2 വിസിൽ കൂട്ടിയും 3 വിസിൽ കുറച്ച് വെച്ചിട്ട് അടിച്ചാൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അരപ്പിനുള്ളത് ശകലം തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഇത്രയാണ് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. കൂമ്പ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞതാ ഇതേപോലെ വെള്ളം പിഴിഞ്ഞ് ഇതേപോലെ എടുത്തു കഴിയുമ്പോൾ അതിനകത്തെല്ലാം പോയിട്ട് തേങ്ങ കണ്ടോ കറയെല്ലാം നല്ലോണം പോയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയും കടുകും ഒക്കെ ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് ആദ്യം കൂമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കൂമ്പൊന്ന് ഇട്ട് കൊടുത്ത് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് വെക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പയറിനകത്ത് ഉപ്പ് നോക്കിയിട്ടിടുന്നതായിരിക്കും നല്ലത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ആകെപ്പാട് ഉപ്പായി പോകും. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ പയർ വെന്തത് ഇട്ട് കൊടുക്കുക. എൻ്റെ പയർ ഇത്തിരി വെന്ത് പോയി കേട്ടോ. ഇവിടെ പക്ഷേ ഇങ്ങനെ കുഴച്ചിരുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സാരമില്ല അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതൊന്നും കൂടെ ഒന്ന് വന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കുക. അരപ്പ് ഇട്ടിട്ട് പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂമ്പ് റെഡിയായി. കഞ്ഞിയോടൊക്കെ കുടിക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. ബായ്.